നോക്കൂ, നിങ്ങൾ നേർരേഖ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണോ അവിടേക്കല്ല വലത്തോട്ടുള്ള വരയിൽ പോയാൽ വേറെ ഒരു ദിക്കിലാണ് ചെന്നെത്തുക, ഇടത്തോട്ടുള്ള വര വേറൊരു ദിക്കിലാണ് ചെന്നെത്തുന്നത്. നേർരേഖ എവിടെയാണോ അവസാനിക്കുന്നത് ആ ലക്ഷ്യത്തിൽ അവനെത്താൻ കഴിയില്ല. ഇതുപോലെ സിറാത്തുൽ മുസ്തഖീം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ഈ മാർഗമുണ്ടല്ലോ, പ്രവാചകന്മാര് കാണിച്ചു തന്ന മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിന് വേണ്ടിയാണ് രക്തസാക്ഷികൾ ഉണ്ടായത്, ആ മാർഗത്തിലാണ് സജ്ജനങ്ങൾ ജീവിച്ചത്, ആ മാർഗത്തിലാണ് സദ്വൃദ്ധരായ ആളുകൾ കഴിഞ്ഞുകൂടിയത്. അതാണ് ആ നേരായ മാർഗം. ആ മാർഗത്തിലൂടെ പോവണം. അതിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും വഴികളുണ്ട്. ആ വഴികളിൽ പ്രവേശിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞു. തന്റെ 23 വർഷകാലത്തെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗമാണത്. ഖുർആനും സുന്നത്തും കാണിച്ചു തന്ന മാർഗമാണത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, ഞാൻ നിങ്ങളെ രാവും പകലും ഒരുപോലെ വ്യത്യാസമില്ലാത്ത വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രാജവീഥിയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അതിൽ നിന്ന് സ്വയം നശിച്ചവനല്ലാതെ വഴിതെറ്റിപ്പോവില്ല. സംശയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വളരെ സുവ്യക്തമായ രാജപാതയാണ്. ഇടുങ്ങിയ വഴിയല്ല, ചെങ്കുത്തായ വഴിയല്ല, ഇരുണ്ട വഴിയല്ല. നേരെ മറിച്ച് പകലിനെ പോലെയാണ് രാവ്. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രഭാപൂരിതമായ രാജവീഥിയിലാണ് നിങ്ങളെ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. ഈ വഴിയിൽ നിന്നൊരാൾ തെറ്റിപ്പോവേണ്ടതില്ല, ഇതിൽ നിന്നൊരാൾക്ക് വ്യതിചലിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള രാജവീഥിയിലൂടെ നിങ്ങൾ നടന്നോ. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, സ്വയം നശിച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോവില്ലെന്ന് പ്രവാചകൻ പറഞ്ഞ, നമുക്ക് വേണ്ടി വിട്ടുപോയ ആ വഴിയാണ് നമുക്ക് വെട്ടിത്തെളിച്ചു തന്നത് ഈ മഹാന്മാരായ സഹാബികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, വിശ്വാസപരമായ കാര്യങ്ങൾ അവിടെ മുതൽക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ, ഞാൻ ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഇത് മനസ്സിലാവും. അതോടുകൂടി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്താണ് ഈ സജ്ജനങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം? ഒന്ന്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ 2 കലിമകളിൽ വിശ്വസിച്ച് അത് ഉച്ചരിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നബി അത് പഠിപ്പിച്ചു തന്നത്? എങ്ങനെയാണ് സഹാബത്ത് അത് മനസ്സിലാക്കിയത്? ആ സഹാബത്തിന്റെ പാതയാണല്ലോ നാം പിൻപറ്റേണ്ടത്. മഹാന്മാരായ സഹാബത്ത് നബിയിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അവര് അല്ലാഹുവല്ലാത്ത യാതൊരാളോടും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവല്ലാത്ത യാതൊരാൾക്കും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇടയാളന്മാരെ, മധ്യവർത്തികളെ അവര് സ്വീകരിച്ചിട്ടില്ല. മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ, അതേപോലെ തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരാരും തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് സഹാബികളും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവരാരും അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവരാരും തന്നെ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയോ ആ ഖബറിലേക്ക് നേർച്ചയുമായി കടന്നു ചെല്ലുകയോ ചെയ്തിട്ടില്ല എന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂല് 100 കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന മരിച്ചുപോയ ഒരു നബിയോടോ മരിച്ചുപോയ ഒരു മഹാനോടോ ആയിരുന്നില്ല. നിങ്ങൾ എടുത്തു നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബനാ റബ്ബി
എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ എന്നിങ്ങനെ അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അല്ലാഹു അല്ലാത്തവരോട് നബി പ്രാർത്ഥിച്ചതായി ഒരൊറ്റ പ്രാർത്ഥനയിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തേ നബി അങ്ങനെ പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം? ഇത് മുഹമ്മദ് നബി മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ സകല അമ്പിയാക്കളും അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആദം നബി മുതൽക്ക് ഈസാ നബി വരേക്കുമുള്ള പല പ്രവാചകന്മാരുടെയും പേരുകൾ ഖുർആൻ എടുത്തു പറഞ്ഞ് അവരൊക്കെ തന്നെ ജീവിതത്തിലെ അതിപ്രധാനമായ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിടത്ത് ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹുവിനോടാണെന്ന് കാണാം. അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിര് പ്രവർത്തിച്ചു പോയി. എന്തു ചെയ്യണം? അവരിരുവരും കൂടി റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി. നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും നാഥ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. കുറ്റം ചെയ്തു പോയാൽ, തെറ്റ് ചെയ്തു പോയാൽ, പാപം വന്നു ചേർന്നാൽ പൊറുക്കലിനെ തേടണം. ആരോട്? അല്ലാഹുവിനോട്. അതാണ് ആദം നബിയുടെ മാതൃക. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഞാൻ ഒരു ദിവസം 100 തവണ, അല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ വന്ന പോലെ 70 തവണ അല്ലാഹുവിനോട് പാപം പൊറുത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതുപോലെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക എന്ന് റസൂലുള്ള പഠിപ്പിച്ചത് റബ്ബിനോട് പൊറുക്കലിനെ തേടാനാണ്. മരിച്ചുപോയ അംബിയ, ഔലിയ, ശുഹദാ, സാലിഹീങ്ങളോടല്ല, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താനാണ് പറയുന്നത്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ ആരാണ് നിങ്ങൾക്ക് പൊറുത്തു തരാനുള്ളത്? അല്ലാഹയല്ലാതെ ആരാണ് നിങ്ങൾക്ക് പൊറുത്തു തരാനുള്ളത്? നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹ് തന്നെ കൽപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് സ്വീകരിക്കുന്ന വിധത്തിൽ, സ്വീകാര്യമായ വിധത്തിൽ പശ്ചാത്തപിക്കുവിൻ, തൗബ ചെയ്യുവിൻ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. ആദം നബി മുതൽക്കുള്ളവരുടെയൊക്കെ തൗബ അല്ലാഹുവിനോട് മുഹമ്മദ് നബി ദിനം പ്രതി 100ഓളം തവണ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടും അതിന് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് സഹാബത്തും അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാളോടും പൊറുക്കലിനെ തേടാതിരുന്നത്, അല്ലാത്ത പ്രാർത്ഥനകളും അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാതിരുന്നത്. നോക്കൂ നിങ്ങൾ നൂഹ് നബിയുടെ ചരിത്രം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ശത്രുക്കൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഫനാദാ നൂഹുർ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. നൂഹ് നബി തന്റെ റബ്ബിനോട് വിളിച്ചു തേടി, എന്റെ റബ്ബേ, എന്നെ ഈ ആളുകൾ ഇതാ പരാജയപ്പെടുത്താൻ വരുന്നു, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ, നീ എന്നെ സഹായിക്കണേ എന്ന് നൂഹ് നബി അല്ലാഹുവിനോടാണ് സഹായം തേടുന്നത്, ആദം നബിയോടെല്ലാം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അല്ലാഹുവിനോടാണ് എനിക്ക് രോഗം വന്നാൽ അവനാണ് എന്റെ രോഗം സുഖപ്പെടുത്തി തരുന്നത് എന്ന് പറയുകയും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ സന്താനമുണ്ടാവാതെ വന്നപ്പോൾ, ജീവിതത്തിന്റെ സായാഹ്നത്തിലൊരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം അതിയായി പിടികൂടിയപ്പോൾ അദ്ദേഹം റബ്ബിനോട് തന്നെയാണ് വിളിച്ചു തേടിക്കൊണ്ടിരുന്നത്. എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് വിളിച്ചു തേടിയത്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്മായിൽ നബിയെ സന്താനമായി നൽകിയത്. ഇതുപോലെ തന്നെ സക്കരിയ നബി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅലർ റഅസു ശൈബ, എന്റെ റബ്ബേ, എന്റെ തല നരച്ചുപോയി, എന്റെ ശക്തി ക്ഷയിച്ചുപോയി, വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എന്നാലും നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ആശയറ്റവനല്ല, അതിനാൽ എനിക്ക് നീ ഒരു സന്താനത്തെ നൽകണേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. രോഗം വന്നുപെട്ടപ്പോൾ
അയ്യൂബ് നബി വിളിച്ചു തേടിയത് മരിച്ചുപോയ മഹാത്മാക്കളോടല്ല, മലക്കുകളോടല്ല, ജിന്നുകളോടല്ല, മറ്റ് തങ്ങന്മാരോടുമല്ല, മറ്റ് ഏതെങ്കിലും ആളുകളോടല്ല. നേരെ മറിച്ച് രോഗശമനത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. അന്നീ മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. കാരുണ്യവാനായ നാഥാ, എനിക്കിതാ ദുരിതം വന്നുപെട്ടിരിക്കുന്നു. എന്നെ ബാധിച്ച ഈ ദുരിതത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് റബ്ബിനോടാണ് വിളിച്ചു തേടുന്നത്. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാവാം. അമ്പിയാക്കളൊക്കെ വിളിച്ചു തേടിയത് അല്ലാഹുവിനോടാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സകല പ്രാർത്ഥനകളും അല്ലാഹുവിനോടാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് ഈ പ്രാർത്ഥന പതിവാക്കിയത്. നബിയിൽ നിന്ന് കേട്ട പ്രാർത്ഥനകൾ പഠിച്ചത്, വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ചത്, അക്ഷരം പെറുക്കി തെറ്റാതെ ചൊല്ലിയത്, ഒരു വാക്ക് തെറ്റിയപ്പോൾ നബിയോട് ചോദിച്ചു തിരുത്തിയത്. ഇത്തരം സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്, ഒന്ന്, പ്രാർത്ഥന അല്ലാഹുവിനോടെ ആകാവൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചത്, നബി പഠിപ്പിച്ചത്, അതാണ് സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഈ മാതൃകയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കലല്ല, അവൻ മാത്രമാണ് സൃഷ്ടാവെന്ന് വിശ്വസിക്കലുമല്ല, അവനാണ് സൃഷ്ടികളുടെ രക്ഷിതാവെന്ന് വിശ്വസിക്കലും മാത്രമല്ല, നേരെ മറിച്ച് ആ അല്ലാഹുവാണ് സൃഷ്ടികളുടെ മുഴുവൻ ആരാധനകൾക്കും അർഹൻ. പ്രാർത്ഥന, നേർച്ച, നമസ്കാരം, ഹജ്ജ് പോലുള്ള സകല ആരാധനകളും അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ ഒന്ന്, ഈ സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വീകാര്യമായ വിധത്തിൽ വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നബിയിൽ നിന്ന് അവർ പകർത്തിയെടുത്ത മാതൃക തന്നെ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ടാമതായി, ഈ സഹാബികൾ ആരും തന്നെ ഇതുപോലെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ഇടയാളന്മാരായി, മധ്യവർത്തികളായി നിർത്തിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് അടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കുന്ന സമ്പ്രദായം അവർക്കില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കണം, അത് നിർബന്ധമാണ്. അടുക്കാനുള്ള മാർഗം വസീല വേണം, നിർബന്ധമാണ്. ഈ വസീലയിലൂടെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എന്നതും സംശയമില്ലാത്തതാണ്. എന്നാൽ എന്താണ് അവർ സ്വീകരിച്ച വസീല? അവർ സ്വീകരിച്ച വസീല നബി പഠിപ്പിച്ചു കൊടുത്ത വസീലയാണ്. എന്താണ് നബി പഠിപ്പിച്ചു കൊടുത്ത വസീല? അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത വസീലയാണ്. എന്താണ് ഖുർആൻ പഠിപ്പിച്ച വസീല? എളുപ്പം അത് മനസ്സിലാക്കാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള വസീല അഥവാ മാർഗം, സാമീപ്യം നിങ്ങൾ തേടുകയും ചെയ്യുക. എന്താണ് ഈ സാമീപ്യം, ഈ വസീല? വിശുദ്ധ ഖുർആനത ഈ ആയത്തിന് വേറൊരായത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും തന്റെ റബ്ബിനോടടുക്കണം, അവനെ കാണണം, അവനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള മാർഗം സൽക്കർമ്മം ചെയ്യലാണ്, പുണ്യകർമ്മം ചെയ്യലാണ്. പുണ്യകർമ്മത്തിലൂടെയാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കേണ്ടത് എന്നർത്ഥം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, ഒരു അടിമ യജമാനനായ റബ്ബിനോട് അടുക്കുന്നത് അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഫറദായ കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ എത്ര കണ്ട് ചെയ്യുന്നു അത്ര കണ്ട് അവൻ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു എന്ന് തുടങ്ങിക്കൊണ്ട് വഅദ് പറയുമ്പോൾ പാടിപ്പറയാറുള്ളത്. അത്തരത്തിലുള്ള ഒരു അടിമ അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ അവന്റെ കണ്ണുകൊണ്ട് നോക്കൂ,
അല്ല ഇഷ്ടപ്പെട്ടതേ അവൻ കേൾക്കൂ, അല്ല ഇഷ്ടപ്പെട്ടതേ അവൻ ചെയ്യൂ, അല്ല ഇഷ്ടപ്പെട്ടതിലേക്ക് അവൻ നടന്നു പോകൂ എന്നൊക്കെ ഹദീസ് തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നുമുണ്ട്. പറഞ്ഞു വന്നത് ഫറളും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള രണ്ടാമത്തെ മാർഗം അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഏതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഹയ്യും ഖയ്യൂമുമായ എന്നെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസാനമില്ലാത്ത അഖിലാണ്ട പ്രപഞ്ചങ്ങള് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവേ, നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ വിശേഷണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത്. യാ റഹ്മാൻ ഇർഹംനി, യാ ഗഫാർ ഇഗ്ഫിർലി, യാ തവ്വാബ് തുബ് അലയ്യ, പശ്ചാത്തപിക്കുന്നവനെ, പുറത്തു കൊടുക്കുന്നവനെ, എനിക്ക് പുറത്തു തരണമേ, പശ്ചാത്താപം സ്വീകരിക്കണമേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞ് അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ശറയിൽ അനുവദിക്കപ്പെട്ട വസീലയാണ്, സാമീപ്യമാണിത്. ഇതുപോലെ ജീവിച്ചിരിപ്പുള്ള നല്ല മനുഷ്യരോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക, അതും മതത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മതം അംഗീകരിച്ച തവസ്സുലാണ്. ജീവിച്ചിരിപ്പുള്ള ഒരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, അതല്ലാതെ മരിച്ചുപോയവരോടല്ല, മരിച്ചവരെ കൊണ്ടല്ല. അത്തരത്തിലുള്ള ഇടതേട്ടം ഇസ്ലാമിലില്ല. അത് ഖുർആനും അംഗീകരിക്കുന്നില്ല, അത് പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് സഹാബികൾ അത് ചെയ്തിട്ടില്ല. സച്ചരിതരായ മുൻഗാമികളുടെ പാതയിൽ അത് ഉൾപ്പെടുകയുമില്ല. ഇതാണ് ഈ കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ശരി, അവരാരും അത് ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ നബി അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഖുർആനിലും അതില്ലെങ്കിൽ അവരാരും അത് ചെയ്യില്ല. ചെയ്താലും നമുക്കത് തെളിവല്ല. ആ സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് സഹിഹായ ഒരു അസറിലും ഒരു റിപ്പോർട്ടിലും അവരിങ്ങനെ ചെയ്തതായി കാണാൻ കഴിയുകയുമില്ല. ശരി, എന്നാ അത് പോട്ടെ. നേർച്ചയാക്കുന്നതോ, മരിച്ചുപോയ ആളുകൾക്ക് നേർച്ചയാക്കാമോ? നഊദു ബില്ലാഹ്, അതും പാടില്ല. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിശുദ്ധ ഖുർആൻ നേർച്ചയാക്കുന്നത് എടുത്തു പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. അത് പുകഴ്ത്തി പറഞ്ഞൊരു കാര്യം, ഒരു പുണ്യകർമ്മം. അതുകൊണ്ട് തന്നെയാണ് നദിർ, നേർച്ച ഇബാദത്താണെന്ന് പറഞ്ഞത്. ഇബാദത്തായ ഒരു കാര്യവും അല്ലാഹുവിനല്ലാതെ അർപ്പിക്കാൻ പാടില്ല. അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം അർപ്പിക്കണം. ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ദുർമൂർത്തികളെ വർജിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്ന് അല്ല വിധിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ അത് അല്ലാഹു പൊറുക്കുകയില്ല, മഹാപാപമാണെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നേർച്ച ഇബാദത്താണ്. ഇബാദത്തായ നേർച്ച അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്നത് അവർക്ക് ഇബാദത്ത് ചെയ്യലാണ്. അത് ശിർക്കിലേക്ക് നയിക്കുന്ന മഹാപാപമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സഹാബത്ത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിച്ച ഈ കാര്യം പഠിച്ചതിനാൽ അവരത്തരത്തിലുള്ള നേർച്ചകൾ, ബലികൾ അല്ലാഹു അല്ലാത്ത യാതൊരാൾക്കും, മരിച്ചുപോയവർക്കോ അതേപോലെ തന്നെ സൃഷ്ടികൾക്കോ അർപ്പിച്ചിട്ടില്ല. ആ മുൻഗാമികളുടെ മാതൃക ഈ വിഷയത്തിൽ നമുക്കിങ്ങനെ കാണാവുന്നതാണ്. കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം, മരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മയ്യിത്തിനോട് നമുക്ക് പിന്നീടുള്ള ബാധ്യത അയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യിത്ത് നമസ്കരിക്കുക, അതേപോലെ തന്നെ മറമാടുക, തസ്ബീത്ത് ചൊല്ലുക. ഇതാണ് മയ്യിത്തിനോട് പിന്നീട് മരണശേഷം നമുക്കുള്ള ബാധ്യത. അതല്ലാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ അത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തിൽപ്പെട്ടതല്ല, സഹാബ താബിഈങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങളല്ല.
അവയാണ് അനാചാരങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് ഗൈറു സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതാണ്. നമുക്ക് മുഅ്മിനീങ്ങളുടെ മാർഗമേ പിൻപറ്റാവൂ. റസൂലുള്ള ജീവിച്ചിരിപ്പുള്ള സന്ദർഭത്തിൽ പല സഹാബികളും മരണപ്പെട്ടുപോയി. ഏതെങ്കിലും ഒരു സഹാബിന്റെ ആ മയ്യത്തിന്റെ അടുക്കൽ ചെന്ന് നബി ഖുർആൻ ഓതിയിട്ടില്ല. അതേപോലെ തന്നെ ആ ഏതെങ്കിലും ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ദിക്റും ചൊല്ലിക്കൊണ്ടുപോയിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബിയുടെ മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം മുഖത്തെഴുത്ത് നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് നബി തൽഖീൻ ചൊല്ലിയിട്ടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സഹാബിയുടെ ഖബറിന്റെ മുകളിൽ പൊരകെട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റു സഹാബികളോ ഖുർആൻ ഓതിയിട്ടില്ല. ഇതുപോലുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിന് അന്യമാണ്. സച്ചരിതരായ മുൻഗാമികൾക്ക് അന്യമാണ്. അവരെ നബി പഠിപ്പിച്ചു കൊടുത്ത മാർഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല അത്. അതുകൊണ്ട് തന്നെ ആ ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുള്ള ബാധ്യത അധികം താമസിയാതെ എത്രയും വേഗം മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് നമസ്കരിച്ച് മറമാടുക, പിന്നെ തസ്ബീത്ത് ചൊല്ലുക. ഇതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ അവിടെ ദിക്ർ ചൊല്ലുന്നത് ലാ തുത്ബഉൽ ജനാസതു ബിസൗത്തിൻ വലാ നാർ. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ശബ്ദമുണ്ടാവരുത്, ശബ്ദമുണ്ടാക്കി പോവാൻ പാടില്ല, തീ കത്തിച്ചുകൊണ്ട് കൂടെ പോകാനും പാടില്ല. മറിച്ച് ശാന്തമായി മരണത്തെ ഓർത്തുകൊണ്ടാണ് മയ്യത്തിന്റെ പിന്നാലെ പോകുന്നത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും അത് രാഷ്ട്രീയം പറയുന്നതിനെ, നാട്ടുവർത്തമാനം പറയുന്നതിനെ, ഒച്ചപ്പാട് കോലാഹലമുണ്ടാക്കുന്നതിനെയാവാം എന്ന് ചില ആളുകൾ പറഞ്ഞേക്കും. അല്ല, ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് വയുക്റഹു അല്ലഗ്തു ഐ റഫഉ സൗതി വലൗ ബിദ്ദിക്രി. ലഗ്ത് എന്ന് പറയുന്നത് നിഷിദ്ധമാണ്, കറാഹത്താണ്. എന്താണ് ലഗ്ത്? ഐ റഫഉ സൗതി, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതാണ് ലഗ്ത്. അത് പാടില്ല, അത് കറാഹത്താണ്. എന്നാൽ അത് നാട്ടുവർത്തമാനം പറയലാണോ, രാഷ്ട്രീയം പറയലാണോ? വലൗ ബിദ്ദിക്രി, ദിക്ർ ചൊല്ലിക്കൊണ്ടാണെങ്കിലും ശരി, പാടില്ലെന്നാണ് മഹാന്മാരായ ശാഫിഈ പണ്ഡിതന്മാര്, ഇബ്നു ഹജറിനെ പോലുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്, നവവിയെ പോലുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ദിക്ർ ചൊല്ലിയോ, സ്വലാത്ത് ചൊല്ലിയോ, തക്ബീർ ചൊല്ലിയോ മയ്യിത്തിന്റെ കൂടെ പോയിക്കൂടാ. മരണത്തെ ഓർത്തുകൊണ്ട് ശാന്തമായി പോകണം. ഇതുപോലെ ആ മയ്യിത്ത് ഖബറിൽ വെക്കുമ്പോ മുഖത്തെഴുത്തെന്ന് പറയുന്നൊരു പതിവ് നബി ചെയ്തിട്ടില്ല, സഹാബത്ത് നബിയിൽ നിന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗത്തിൽപ്പെട്ടതല്ല അത്. അതിനാൽ തന്നെ ആ സച്ചരിതരായ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന, പ്രമാണബദ്ധമായി പഠിപ്പിച്ചു തന്ന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ അവിടെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ സഹാബത്താരും അത് ചെയ്തിട്ടുമില്ല. ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ള പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. മരണമാസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ഇവിടെ മൗത്ത എന്നാണല്ലോ പ്രയോഗിച്ചത്. മൗത്ത എന്ന് പറഞ്ഞത് മയ്യിത്ത് എന്നതിന്റെ ബഹുവചനമല്ലേ? മയ്യിത്ത് എന്ന് പറയുന്നത് മരിച്ചു കിടക്കുന്ന ആൾക്കല്ലേ ഉപയോഗിക്കാറുള്ളത്? അപ്പം മരിച്ചവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ചില ആളുകൾ ന്യായീകരിക്കാൻ, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു തെളിവ് പറയട്ടെ. ഖുർആനിലെ ഒരായത്ത് കാണാം, ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ. ഇന്നക മയ്യിതുൻ. ഈ ആയത്ത് എപ്പോഴിറങ്ങിയ ആയത്താ? ആർക്കിറങ്ങിയ ആയത്താ? ഇത് മുഹമ്മദ് നബിക്കല്ലേ? നബി മരിച്ചതിന് ശേഷം ഇറങ്ങിയതാണോ? അല്ല, ജീവിച്ചിരിപ്പുള്ള നബിക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആയത്താണ്. ഓ പ്രവാചക, താങ്കൾ മരിക്കുന്നവനാണ്, മറ്റുള്ളവരും മരിക്കുന്നവരാണ് എന്നാണ്
അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അറബി ഭാഷാ സാഹിത്യം പഠിച്ചവർക്കറിയാം, ബലാഗ പഠിച്ചവർക്കറിയാം, മജാസും ഇസ്തിആറത്തുമൊക്കെ പഠിച്ചവർക്കറിയാം ഭാഷയിലുള്ള ചില പ്രയോഗങ്ങളെപ്പറ്റി. ഇഅ്തിബാറുമായകൂനു, പിന്നീട് ഇങ്ങനെ സംഭവിക്കും എന്ന് പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന അവസ്ഥയെപ്പറ്റി എടുത്തു പറയാം. അതേപോലെ തന്നെ അല്പം ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വാക്കുപയോഗിക്കാം. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, അവരുടെ വിരലുകൾ ചെവിയിലേക്ക് അവർ ഇട്ടു. വിരൽ മുഴുവൻ ചെവിയിലിട്ടിട്ടുണ്ടോ? ഇല്ല, വിരലിന്റെ അറ്റമേ ചെവിയിൽ വെച്ചിട്ടുള്ളൂ. വിരലിന്റെ അറ്റത്തിന് ഇസ്ബഇ എന്നല്ല പറയുക, ഉൻമുലത്ത് എന്നാണ് പറയുക. അനാമിലഹും എന്ന് പറഞ്ഞില്ല, അസാബിഅഹും എന്ന് പറഞ്ഞു. അവിടെ ജുസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് കുല്ല് പറഞ്ഞത്, ആ ഒരു ഭാഗം ഉദ്ദേശിച്ചുകൊണ്ടാണ് മുഴുവൻ പറഞ്ഞത്. ഇതുപോലെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് ജുസ് പറയും, അല്പം പറഞ്ഞ് മുഴുവൻ ഉദ്ദേശിക്കും. ഇതൊക്കെ അറബി ഭാഷയിലെ പ്രയോഗമാണ്. ആ കൂട്ടത്തിലാണ് ഇത്. എന്നാൽ ഈ അർത്ഥം ഞാൻ മാത്രം പറഞ്ഞതെല്ലാം മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഐ മൻ ഹളറഹുൽ മൗത, മരണം ആസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah, ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മരണമാസന്നമായ ആളുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതാണ് ഈ പറഞ്ഞ നബിവചനത്തിന്റെ അർത്ഥം. അതാണ് മുഹദ്ദിസീങ്ങൾ ഇതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. അതല്ലാതെ മരിച്ചവന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനോ അതേപോലെ തന്നെ ഖബറിൽ വെച്ചതിന് ശേഷം തൽഖീൻ ചൊല്ലാനോ ഉള്ള തെളിവല്ല. എന്നാൽ തൽഖീൻ ചൊല്ലൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണോ? അല്ല. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം എന്താ? ഈ മയ്യിത്തിന് ചോദ്യോത്തരം പഠിപ്പിച്ചു കൊടുക്കലാണ്. അള്ളാഹു മരിക്കുവോളം പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുത്ത് മരണസമയത്ത് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ആർക്കെങ്കിലും മരണമാസന്നമായാൽ അപ്പോൾ ആള് പറയും, ഇന്നീ തുബ്തുൽ ആൻ, ഞാനിപ്പം പശ്ചാത്തപിച്ചിരിക്കുന്നു. ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടുപോയ സൽക്കർമ്മങ്ങളൊക്കെ ഇനി ചെയ്തോളാ എന്നൊക്കെ പരലോകത്ത് വെച്ചും മരണസമയത്തും ഒക്കെ പറയുന്ന വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ ഒരാളെയും ഒരു നിമിഷത്തേക്കും അല്ലാഹു പിന്തിപ്പിക്കുകയില്ലെന്നാ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇത് പഠിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചു കൊടുക്കാതെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, പഠിക്കേണ്ട പ്രവർത്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞ് വിചാരണയും പ്രതിഫലവും വാങ്ങേണ്ട സമയത്ത് ഒരു പരീക്ഷയ്ക്ക് ഹാളിലിരിക്കുന്ന കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും കൂടി കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ കോപ്പി അടിപ്പിക്കുന്ന പരിപാടിയല്ലേ ചെയ്യുന്നത്? ഇത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പണിയാണോ? ഇതിന് ഖുർആനിന്റെ പിൻബലമുണ്ടോ? ഇതിന് ഹദീസിന്റെ പിൻബലമുണ്ടോ? സച്ചരിതരായ മുൻഗാമികളുടെ പാതയിൽ ഇതുണ്ടോ? ഒരിക്കലും നമുക്കിത് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ. സ്കൂളിൽ ഒരു കൊല്ലം പഠിച്ച് കൊല്ലാവസാനം പരീക്ഷ. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ പ്യൂൺ എടുത്തിട്ട് ആൻസർ കീ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി എടുത്തിട്ട് പ്യൂണ് പറയാ, കുട്ടികളെ മണിക്കൂർ കഴിഞ്ഞാൽ മാഷ് വരും, വന്നാല് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യോതാ ഉത്തരോതാ, അതുകൊണ്ട് തണ്ട് എഴുതിക്കോ, ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നു പറഞ്ഞാൽ ഇത് നല്ല പണിയാണോ? ഇത് ആ ഹെഡ് മാഷ് അംഗീകരിക്കോ? ഈ പ്യൂൺ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ ഹെഡ് മാഷ് പ്യൂണിനെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പിന്നെ നിങ്ങൾക്ക് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ സെക്കൻഡ് അനുവദിക്കില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യോത്തരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫീഹി അന്ന തൽഖീനൽ മുതആറഫ് ഗൈറു മഅറൂഫിൻ ഫിസ് സലഫ് ബൽ ഹുവ അംറുൻ ഹാദിസ്. ഇന്ന് നാട്ടിൽ പ്രചാരത്തിലുള്ള ഈ തൽഖീൻ സലഫുകൾക്കിടയിൽ അറിയപ്പെടാത്തതാണ്, സലഫികൾക്ക് പരിചയമില്ലാത്തതാണ്. മറിച്ച് ഇത് ഒരു നൂതന നിർമ്മിതിയാണ്. ഖൽയൂബിയിൽ കാണാം അത്തൽഖീനു ബിദ്അഹ് വലം യസിഹ ഫീഹി ഷൈഉൻ.
തെൽഖീൻ ബിദ്അത്താണ്, ആ വിഷയത്തിൽ സഹീഹായി യാതൊന്നും വന്നിട്ടില്ല എന്ന്. അപ്പൊ ഇത് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമല്ലെന്നർത്ഥം. ശരി, അതില്ലെങ്കിൽ പോട്ടെ. എന്നാ പിന്നെ അവിടെ വെച്ചൊരു ഖുർആനല്ലേ ഓതുന്നത്, വേറൊന്നും അല്ലല്ലോ, അത് നല്ലതല്ലേ? നിസ്കാരം സുബ്ഹി, ആ സുബ്ഹി നമസ്കാരം ഒരു റക്അത്തും കൂടിയാണ് കൂട്ടി നിസ്കരിച്ചാലോ നിസ്കാരല്ലേ, നല്ലതല്ലേ? വല്ല കാര്യമുണ്ടോ? അത് സ്വീകരിക്കുക അല്ലാഹ്? അവന്റെ നിസ്കാരം ബാത്തില. അതേപോലെ ഞാൻ സുജൂദ് കിടക്കുമ്പോ യാസീൻ ഒന്ന് ഓതട്ടെ സുജൂദില്, പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ സുജൂദ് കിടക്കുന്ന ആൾക്ക്? പാടില്ല. അയാളുടെ നിസ്കാരം സ്വീകരിക്കില്ല, അത് സുന്നത്തിന് എതിരാ. എന്തേ യാസീൻ മോശമായിട്ടാ? സുജൂദ് മോശമായിട്ടാ? എന്തേ ഒരു റക്അത്തും കൂടി നിസ്കരിക്കാന്ന് പറഞ്ഞാൽ റക്അത്ത് മോശമായിട്ടാ? ഒന്നുമല്ല. അത് പഠിപ്പിച്ചു തന്ന പോലെ ചെയ്യാം. അതിന് കൂട്ടാനും കുറക്കാനും നമുക്ക് അവകാശമില്ല. ഇത് മാത്രമാണ് അതിനുള്ള കാരണം. ഖുർആൻ ഓതാൻ നമ്മളോട് പറഞ്ഞു, അത് മരിക്കോടെ ഓരോരുത്തരും ഓതാം. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചോന് കൂലിട്ടാൻ വേണ്ടി ഓതാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ആ ഓതിക്കൊടുക്കണ യാസീന് തന്നെ അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യാ, ഇത് മരിച്ചവൻ ഓതിക്കൊടുക്കാനുള്ളതല്ല, ജീവനുള്ളവന് ഓതി താക്കീത് ചെയ്യാനുള്ളതാണ്. ജീവനുള്ളവന് ഓതി താക്കീത് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഓതിയിട്ടൊരു കാര്യവുമില്ല എന്നാണ് പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം. പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അവർക്ക് കിട്ടുമോ? അവർക്ക് കിട്ടില്ലെന്നാണ് ഷാഫി ഇമാമും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ഒക്കെ മനസ്സിലാക്കിയത്. കാരണം അത് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമല്ല. സഹാബത്ത് ഇപ്രകാരം നബിയുടെ ഖബറിങ്കൽ പോയി പൊരകെട്ടി ഓതിയിട്ടില്ല. നബി ഏതെങ്കിലും ഒരു സഹാബിയുടെ ഖബറിന്റെ മുകളിൽ പൊരകെട്ടി ഓതിയിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ ഖബറിങ്കൽ പൊരകെട്ടി ഓതിയിട്ടില്ല. അത് സച്ചരിതരായ മുൻഗാമികളുടെ മാതൃകയല്ല. നേരെ മറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്തുൻ നജ്മിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ കാണാം. ഇതിൽ നിന്നാണ് ഇമാം ഷാഫിയും മറ്റൊരു കൂട്ടം പണ്ഡിതന്മാരും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി പ്രതിഫലം ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കില്ല എന്ന മതവിധി നിർദ്ധാരണം ചെയ്തെടുത്തത്. ഈ